ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഞാൻ മദ്രസയിൽ പോകാൻ ഒരുങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് എന്നും ഞാൻ അല്പം ചൂടുവെള്ളം കുടിക്കാറുണ്ട്. ഞാൻ ചായ കുടിക്കാറില്ല. ചായ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ. ഉമ്മയോടും ഉപ്പയോടും സലാം പറഞ്ഞ് ഞാൻ മദ്രസയിലേക്ക് പുറപ്പെട്ടു. 8:35 ഞാൻ തിരിച്ചു വന്നു. വരുമ്പോൾ റോഡിൽ പത്രം കിടക്കുന്നു. എന്നും മദ്രസയിൽ പോയി വന്നാൽ പത്രം വായിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. പത്രവായനയും കഴിഞ്ഞ് ഞാൻ എൻ്റെ ജാതിക്ക തോട്ടത്തിലേക്ക് ഇറങ്ങി. ഇത്തവണ നിറയെ ജാതിക്ക ഉണ്ടായിരുന്നു. ജാതിക്ക പറിക്കാനാവുമ്പോൾ ആ കായ പൊട്ടി വരും. അത് നോക്കി പറിച്ചെടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ വേനൽക്കാലമായത് കൊണ്ട് ഞാൻ എന്നും നനയ്ക്കാറുണ്ട്. എന്നും നനച്ചില്ലെങ്കിൽ ജാതിക്ക മരങ്ങളെല്ലാം വാടിപ്പോകും. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് വളരെ യോജിച്ച വിളയാണ് ജാതിക്ക. യൂറോപ്യന്മാരൊക്കെ ഇന്ത്യയിൽ എത്തിയത് ഇതുപോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയാണല്ലോ. ജാതിക പറിച്ചെടുത്താൽ ഉടനെ അതിലെ കായും പൂവും വേർതിരിച്ചെടുക്കണം. അല്ലെങ്കിൽ പൂവ് കായിൽ പറ്റിപ്പിടിച്ചു പോകും. ഇത് അല്പം പ്രയാസമുള്ള പണിയാണ്. ഈ ചുവന്ന പൂവ് പൊട്ടിപ്പോവാതെ പൊളിച്ചെടുക്കണം. പിന്നെ ഞാൻ വീടിൻ്റെ മുകളിലേക്ക് നടന്നു. അവിടെയാണ് ജാതിക്ക ഉണക്കാനിടുന്നത്. 18 ദിവസം തുടർച്ചയായി ഉണക്കണം. മുമ്പ് വറിച്ചെടുത്ത കുറെ കായ്കൾ ഉണക്കാനുണ്ട്. അതൊക്കെ ഞാൻ എന്നും വെയിലത്ത് വെക്കാറുണ്ട്. ഇത് നല്ല രസമുള്ള ജോലിയാണ്. ഇനി നല്ല മധുരമുള്ള നാട്ടുമാമ്പയം കഴിക്കാം. കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ വായിക്കാനിരുന്നു. വെക്കേഷൻ ആണെങ്കിലും ഞാൻ എന്നും വായിച്ചു പഠിക്കാറുണ്ട്. ടീച്ചർ അയച്ചു തന്ന വർക്ക്ഷീറ്റ് ചെയ്യുകയാണ്. വിശേഷങ്ങൾ ഇനിയുമുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് പറയാം.